ഹായ്, സുഖമാണോ എല്ലാവർക്കും? എൻ്റെ ഇന്നത്തെ പാചകം ഇവിടെ തുടരുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് ചാള മീനാണ് കിട്ടിയത്. മത്തിയെന്നും പറയുന്നത് കണ്ടിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി 2-3 വെള്ളത്തിലൂടെ കഴുകണം. അത് കറിയിലിടാൻ നേരം ഒന്നും കൂടെ കഴുകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചോരയൊക്കെ ഒന്നും കൂടെ ഊറി വെള്ളം വൃത്തിയാക്കി എടുക്കണം. മീൻ വൃത്തിയാക്കി എടുക്കണം. വെള്ളമല്ല, മീൻ വൃത്തിയാക്കണം. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ എൻ്റെ പഴയ ചാനലൊക്കെ പോയി. ഇതിപ്പം പുതിയ ചാനലാണ്. ഇപ്പോൾ ചാള മീൻ അരപ്പൊക്കെ പുരട്ടി അതിൻ്റെ മുട്ട പരിഞ്ഞിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മീനങ്ങ് വറുക്കാമെന്ന് വിചാരിച്ച് ഓരോന്ന് ഒതുക്കി വരികയാണ്. അപ്പോൾ നമ്മൾ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണയും ഒഴിച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാചകം മീൻ തന്നെ വറുത്തങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. നിങ്ങളുടെയൊക്കെ ഫുൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് വരാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ചാളമീൻ പൊരിച്ചു, അതിൻ്റെ മുട്ടപ്പരിഞ്ഞിലെല്ലാം വറുത്ത് വെച്ച്. ഇപ്പോൾ ഉലുവ നമുക്ക് കറക്കിടാനുള്ള ഉലുവ എണ്ണയിൽ തന്നെ ആ ചട്ടിയിൽ തന്നെ എണ്ണയും മൂപ്പിച്ച്. അപ്പോൾ നമ്മൾ മാങ്ങ എല്ലാം അരിഞ്ഞ് തക്കാളി പച്ചമുളകും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കറി നല്ലതുപോലെ തിളച്ച് തക്കാളി പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട്. അത് ചാളമീൻ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഉലുവ എണ്ണയിൽ താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം. ഇതിൻ്റെ കൂടെ രസം വെക്കണോ തൈര് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. എല്ലാവരും വീഡിയോസൊക്കെ കാണണം. നമ്മളെ ചോറ് ഗ്യാസ് അടുപ്പി വെച്ചിരിക്കുകയാണ്. ചോറ് വെന്തിട്ടുണ്ട്, വടിച്ചിടണം. വേണ്ട, അപ്പോൾ നമ്മൾ കറി ഒന്നും കൂടെ ഒന്ന് തിളച്ച് റെഡിയാവട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാചകമൊക്കെ റെഡിയായി. ചാളയിട്ട് ചുമക്ക വെച്ച് തക്കാളി പച്ചമുളക് കറിവേപ്പില എല്ലാം ചെയ്ത്. പിന്നെ മീൻ വറുത്തത് മത്തിയിലും പറയും, ഞാൻ മുട്ടപ്പനിയിലാണ് ഇരിക്കുന്നത്. അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, തൈര് ഇരിപ്പുണ്ട്. അങ്ങനെ ഇന്നത്തെ പാചകം ഇത്രയൊക്കെയാണ്. അൽഹംദുലില്ലാ. എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് കമൻറ്റും ലൈക്കും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. എല്ലാവരും സപ്പോർട്ടും വേണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പറയാൻ എൻ്റെ പഴയ ചാനൽ പോയി, ഇത് പുതിയ ചാനലാണ്. പിന്നെ എൻ്റെ കൂടെ തന്നെ ഇപ്പം ബീൻസ് എണ്ണയിൽ വാട്ടിയതിന് വെച്ചാൽ അരപ്പ് ഇട്ട് വെച്ചിട്ടാണ് ഒന്ന് ചിക്കി എടുത്താൽ മതി. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇതിൻ്റെ വരെ ഉള്ളു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്കിനി മുന്നോട്ട് വരണം. എൻ്റെ പഴയ ചാനലിൽ 2000 സബ് ഉണ്ടായിരുന്നു, മോണിയാവാറുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ സപ്പോർട്ടോടെ എനിക്ക് മോണിയാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോസിൻ്റെ കയ്യിൽ പോയി എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദിയോടെ ഞാൻ താങ്ക് യു പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോസ് അതിൻ്റെ പേരിന് ഓക്കെ. ബീൻസ് തോന്നാണ് കേട്ടോ. ഓക്കേ.